ഇന്ന് കേരളത്തിൽ MDMAയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയെങ്കിലും ഇല്ലാത്ത ദിവസമില്ല എന്ന് പറയും. യുവാക്കളും യുവതികളും വീട്ടമ്മമാരും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും പോലും MDMAയുമായി പിടിയിലാകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കഞ്ചാവെന്നും കള്ളെന്നും ബീഡിയെന്നും സിഗരറ്റെന്നും ചാരായമെന്നും മദ്യമെന്നും ഒക്കെയായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ നാം കേട്ടിരുന്ന ലഹരി പദാർത്ഥങ്ങൾ. എന്നാൽ അവിടെ നിന്നും രാസലഹരിയുടെ മഹാനരകത്തിലേക്കാണ് ഇന്ന് മനുഷ്യരാശി പോകുന്നത്. എന്താണ് നാം ദിനവും കേൾക്കുന്ന മാരക ലഹരിമരുന്നായ MDMA എന്ന് അറിഞ്ഞുവരാം. ഒറ്റ നോട്ടത്തിൽ ഭസ്മമെന്നോ കൽക്കണ്ടപ്പൊടിയെന്നോ പഞ്ചസാര പൊടിച്ചതെന്നോ തോന്നുന്ന പദാർത്ഥമാണ് ഈ MDMA. എന്നാൽ മേൽപ്പറഞ്ഞ സാത്വികതയോ മാധുര്യമോ ഒന്നും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ജീവിതത്തിലും ഒന്നും പ്രദാനം ചെയ്യുന്ന വസ്തുവല്ല ഇത്. മയക്കുമരുന്നുകളിലെ കാളകൂട വിഷമെന്നാണ് ഇതിനെ വിളിക്കുന്നത്. എത്രത്തോളം മാരകമാണ് ഇതെന്നതിന് അപ്പുറം ഒരു നിർവചനവുമില്ല. മെത്തലിൻ ഡയോക്സിൻ മെത്താഫെറ്റാമിൻ എന്നതിന്റെ ചുരുക്കെഴുത്താണ് MDMA. ക്രിസ്റ്റൽ രൂപത്തിലുള്ള MDMAയെ പല പേരുകളിൽ വിളിക്കുന്നു. ഐസ്, മെത്ത്, കല്ല്, പൊടി, കൽക്കണ്ടം, ക്രിസ്റ്റൽ, മെത്ത്, ഷാബു, ഗ്ലാസ്, ബ്ലൂ, ഐസ്, ക്രിസ്റ്റൽ, സ്പീഡ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നതും MDMA ആണ്. മുമ്പ് അപൂർവമായിരുന്നു MDMA. ഈ രാസലഹരി സംബന്ധിച്ച കേസുകളും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഈ മാരകലഹരി നമ്മുടെ നാട്ടിൽ പോലും സുലഭമാണ്. രാജ്യാന്തര വിപണിയിൽ കോടികളും ഇന്ത്യൻ വിപണിയിൽ ലക്ഷങ്ങളുമാണ് ഇതിന്റെ മതിപ്പുവില. മനുഷ്യനെ ഉന്മാദത്തിന്റെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഈ കാളകൂടത്തിന്റെ ജനനം ജർമ്മനിയിലാണ്. 1912 ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മെർക്കാണ് MDMA ആദ്യമായി സമന്വയിപ്പിച്ചത്. മെർക്കിലെ ആൻഡൻ കോലിഷ് ഈ രാസപദാർത്ഥം സൃഷ്ടിച്ചത് വിശപ്പിനെ ജയിക്കാനുള്ള മരുന്ന് എന്ന നിലയിലായിരുന്നു. 1970കളിൽ സൈക്കോ തെറാപ്പിയിൽ ഇത് ഉപയോഗിച്ചു. എന്നാൽ 1980കളായപ്പോഴേക്കും ഇതൊരു ജനപ്രിയ തെരുവുമരുന്നായി മാറി. കേരളത്തിൽ MDMA വ്യാപകമായിട്ട് ഏകദേശം 5 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് വളരെ കുറച്ച് MDMA കേസുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് എവിടെയും ഈ രാസലഹരി കിട്ടുമെന്ന അവസ്ഥയിലേക്ക് കേരളം എത്തി. MDMAയുടെ അടിമകളും കച്ചവടക്കാരുമായി എങ്ങനെയാണ് നമ്മുടെ ബാലകൗമാരങ്ങളും യുവതി യുവാക്കളും വീട്ടമ്മമാരും മാറുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും ഊർജ്ജസ്വരരായിരിക്കാം എന്ന് കരുതിയാണത്രേ കൗമാരക്കാരും യുവാക്കളും MDMAയിൽ അഭയം പ്രാപിക്കുന്നത്. തുടർച്ചയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും നിശാപാർട്ടികളിലും മറ്റും തളരാതെ ദീർഘനേരം സജീവമായിരിക്കാനും സഹായിക്കുമെന്നതായിരുന്നു മെത്ത് എന്ന പേരിൽ MDMA യുവാക്കൾക്കിടയിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. സമ്പന്നരും സെലിബ്രിറ്റികളുമായിരുന്നു മെത്തിന്റെ ആദ്യ ഇരകൾ. കാരണം വലിയ വില കൊടുത്താലേ ഇത് കിട്ടൂ എന്നത് തന്നെ. പാർട്ടി ഡ്രഗ് എന്ന വിളിപ്പേരും MDMAയ്ക്കുണ്ട്. DJ പാർട്ടികളിൽ എത്തുന്ന പെൺകുട്ടികളെ മയക്കാനും അതുവഴി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കുന്നതിനും MDMA ആണ് പാർട്ടി ഡ്രഗ് എന്ന പേര് ലഭിക്കാൻ കാരണമായത്. മണവും രുചിയുമില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മെത്തടിച്ചിട്ട് അടുത്ത് നിന്നാൽ പോലും മണം പിടിച്ച് നമുക്ക് തിരിച്ചറിയാനാകില്ല. മൂക്കിലൂടെയാണ് പൊതുവെ ഇത് ആളുകൾ ഉപയോഗിക്കുന്നത്. മൂക്കിലൂടെയും വായിലൂടെയും ഇഞ്ചക്ഷനായും ഈ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നു. പൊടിച്ച ശേഷം സ്പൂണിലോ മറ്റിട്ട് മെഴുകുതിരിയോ ലൈറ്ററോ ഉപയോഗിച്ച് ചൂടാക്കി ദ്രവരൂപത്തിലാക്കിയ ശേഷം കുത്തിവെക്കുന്നതാണ് സാധാരണ രീതി. മെത്ത് പൗഡർ മൂക്കിൽ വലിക്കുക, സിഗരറ്റിനൊപ്പം പുകയ്ക്കുക, മെത്തടങ്ങിയ ലായനി കുത്തിവെക്കുക തുടങ്ങിയ രീതിയിലാണ് ഇതിന്റെ ഉപയോഗം. അകത്ത് ചെന്നാൽ അരമണിക്കൂറിനകം നാഡീവ്യവസ്ഥയെ ബാധിക്കും. 8 മണിക്കൂർ വരെ ലഹരി നീളും. ആദ്യഘട്ടത്തിൽ ഇരകളെ ആകർഷിക്കാൻ ജ്യൂസിൽ കലക്കി നൽകുകയും ചെയ്യും. രുചിയില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും സംശയം തോന്നില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. MDMA 1 ഗ്രാം ശരീരത്തിലെത്തിയാൽ 12 മുതൽ 16 മണിക്കൂർ വരെ ഉണർവ് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഉറക്കം വരില്ലത്രേ. ലൈംഗികാസക്തി ഉണർത്താനാണ് സ്ത്രീകൾ ഈ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. നീലചിത്ര നിർമ്മാണ മേഖലയിൽ ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കാനും നിലനിർത്താനും ഉപയോഗിക്കുന്ന മയക്കുമരുന്നിന്റെ പേരും MDMA ആണ് എന്നറിയുമ്പോഴാണ് ആണും പെണ്ണും MDMAയെ അത്ഭുത മരുന്നായി കാണുന്നത്. 1 ഗ്രാം ഉപയോഗിച്ചാൽ തന്നെ മണിക്കൂറുകളോളം ക്ഷീണമില്ലാതെ നൃത്തം ചെയ്യാനും സാധിക്കും. അതിയായ ആഹ്ലാദവും ചെയ്യുന്ന പ്രവൃത്തികളിൽ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള തോന്നലും ഈ മയക്കുമരുന്ന് അടിക്കുന്നതിലൂടെ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ആദ്യ ഉപയോഗത്തിൽ തന്നെ ആളുകൾ ഇതിന് അടിമകളായി മാറുന്നു. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവന്റെ പാർശ്വഫലങ്ങൾ ഭയങ്കരമാണ്. ഗുണ്ടാസംഘങ്ങൾ ദുരുപയോഗിക്കുന്ന മാനസിക രോഗത്തിനുള്ള മരുന്നിനേക്കാൾ കൊടും മാരകമാണ് MDMA. വൃക്ക, ഹൃദയം എന്നിവയെ MDMAയുടെ ഉപയോഗം പ്രതികൂലമായി ബാധിക്കും. MDMA ഉപയോഗത്തിലൂടെ മരണം വരെ സംഭവിക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതൊന്നും വിദഗ്ധർ പറയുന്നത് വെറുതെയല്ല. മെത്താഫെറ്റാമൈൻ ശരീരത്തിൽ എത്തുന്നതോടെ വ്യക്തിക്ക് കൂടുതൽ ഊർജ്ജസ്വലത കൈവരിക്കുമെന്നത് മാത്രമാണ് ലഹരി കച്ചവടക്കാർ പ്രചരിപ്പിക്കുന്നത്. അമിതമായി ഇത് ഉപയോഗിക്കുന്നത് ആ വ്യക്തിയെ വളരെ വേഗം രോഗിയാക്കും. ചിലപ്പോൾ മാനസിക വൈകൃതം കാണിച്ച് ഒരു വ്യക്തിയെ കൊല്ലാനുള്ള മനസ്സുപോലും ഉണ്ടാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്.
ഉപയോഗിച്ചു തുടങ്ങിയാൽ മറ്റ് ലഹരി വസ്തുക്കളേക്കാൾ 10 മടങ്ങ് അപകടകാരിയാണിവ. അതിവേഗം നാഡീഞരമ്പുകളെ ഉത്തേജിപ്പിക്കും. ശരീരത്തിന്റെ താപനിലയും രക്തസമ്മർദ്ദവും അസാധാരണമായി ഉയരുക വഴി ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവയും ഇത് ഉപയോഗിക്കുന്നവരെ പിടികൂടാമെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഈ മയക്കുമരുന്ന് മൂക്കിലൂടെ ഉപയോഗിക്കുന്നത് ശ്വാസകോശത്തെ തകരാറിലാക്കും. MDMAയുടെ അമിത ഉപയോഗം ചിലരെ അക്രമകാരികളാക്കി മാറ്റുകയും ചെയ്യും. MDMA ഉപയോഗിക്കുന്ന ആളുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഉപയോഗിക്കുന്നുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ അവരുടെ പല്ലുകൾ ശ്രദ്ധിച്ചാൽ മതി. പൊതുവെ പല്ലുകൾ കേടുവന്ന് നശിച്ച രൂപത്തിലായിരിക്കും. മെത്ത് മൗത്ത് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഈ അവസ്ഥയെയാണ്. മെത്ത് മൗത്ത് വളരെ വേഗത്തിൽ സംഭവിക്കാം. ഒരു പുതിയ ആസക്തിയുള്ള ആൾക്ക് ആരോഗ്യമുള്ള പല്ലുകൾ ഉണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ പല്ലുകളും നഷ്ടപ്പെട്ടേക്കാം. MDMA ഉപയോഗത്തിലൂടെ അടിമയായി മാറിയ വ്യക്തിയുടെ ആയുസ് 5-10 വർഷം മാത്രമാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഒരിക്കൽ MDMAയുടെ അടിമയായി കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തു വരിക വലിയ പ്രയാസമാണ്. തുടർച്ചയായ ഉപയോഗം അവസാനിക്കുന്നതിലൂടെ ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യാ പ്രവണത, നിസ്സംഗത, തലവേദന തുടങ്ങിയ അവസ്ഥകളിലേക്ക് ആ വ്യക്തി പതിക്കും. ഈ മാരക മയക്കുമരുന്നിന് അടിമകളാകുമ്പോൾ പിൻവലിയൽ ലക്ഷണങ്ങൾ കാണിക്കുന്നതും പതിവാണ്. ടാറ്റു ചെയ്യുന്ന സ്ഥാപനങ്ങളും ചില മാളുകളും കേന്ദ്രീകരിച്ച് വൻതോതിൽ ഈ മയക്കുമരുന്ന് വിൽക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ് ഇവ കേരളത്തിൽ എത്തുന്നതെന്നും ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് റാക്കറ്റിന്റെ ഭാഗമായാണ് MDMA കേരളത്തിൽ എത്തുന്നത്. മുമ്പ് ശ്രീലങ്കയിൽ LTTEക്ക് ഇപ്പോഴും സ്വാധീനമുള്ള സ്ഥലങ്ങളിലെ പ്രധാന വരുമാന മാർഗമായിരുന്നു MDMA കടത്ത്. മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിർമ്മിച്ച് അവിടെ നിന്ന് കടൽ മാർഗം ശ്രീലങ്കയിൽ എത്തിക്കുകയും അവിടെ നിന്ന് അഭയാർത്ഥികൾ വഴി ബോട്ട് മാർഗം ചെന്നൈ, തൂത്തുക്കുടി തുടങ്ങിയ തുറമുഖ നഗരങ്ങളിൽ എത്തിക്കുകയുമായിരുന്നു രീതി. അവിടെ നിന്നും മുംബൈ, ഗോവ, ബാംഗ്ലൂരു, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിലേക്ക് ഈ മാരക മയക്കുമരുന്ന് എത്തും. ബംഗളൂരുവാണ് MDMAയുടെ കാര്യത്തിൽ കേരളത്തിന്റെ കളക്ഷൻ പോയിന്റ്. നൈജീരിയൻ സ്വദേശികൾ ബംഗളൂരുവിൽ ലാബുകൾ സ്ഥാപിച്ച് MDMA നിർമ്മിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ മുമ്പ് പുറത്തു വന്നിരുന്നു. കേരളത്തിലെ നഗരങ്ങളിൽ ഇപ്പോൾ MDMAക്ക് ആവശ്യക്കാരേറെയാണ്. യുവതി യുവാക്കളും വിദ്യാർത്ഥികളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ഉൾപ്പെടെ ഇതിന്റെ ഇരകളാണ്. ആണും പെണ്ണും MDMAയുമായി കേരളത്തിൽ പിടിയിലാകുന്നുമുണ്ട്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും മുതൽ ഉദ്യോഗസ്ഥരും വീട്ടമ്മമാരും സെലിബ്രിറ്റികളും പോലും MDMA കേസുമായി പോലീസിന്റെയും എക്സൈസിന്റെയും പിടിയിലാകുന്നുണ്ട്. അതായത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ മാരകലഹരി എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തുന്നു. ഒരു നാടിനെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഈ കാളകൂട വിഷം പൂർണ്ണമായും നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്ത് വലുതായിരിക്കും.